ഇന്ന് ജൂലൈ 7 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തേത് കിൽ എന്ന കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ വൻ വയലൻസ് നിറഞ്ഞ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ഒഫീഷ്യലായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഓഗസ്റ്റ് മാസം അവസാനത്തോടെ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തോടെ മാത്രമേ OTT റിലീസ് ചെയ്യുകയുള്ളൂ. മിസ്റ്റർ ആൻഡ് മിസസ് മഹി നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സ്പോർട്സ് ഡ്രാമ റൊമാൻറ്റിക് എന്റർടൈനർ സിനിമയാണ്. രാജ്കുമാർ റാവു, ജാൻവി കപൂർ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ജൂലൈ മാസം അവസാനത്തോടെ സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഒഫീഷ്യൽ OTT പ്രഖ്യാപനം ഉടൻ പുറത്തുവരും. സ്പിരിറ്റ് 2012 തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ വളരെ മികച്ച അഭിനയ പ്രാധാന്യമുള്ള സിനിമ കൂടിയാണല്ലോ. ലാലേട്ടനെ നായകനാക്കി രഞ്ജിത്ത് സംവിധാനം ചെയ്ത ലാലേട്ടൻ, കൽപ്പന, മധു, ഒപ്പം തന്നെ തിലകൻ തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സ്പിരിറ്റ് ഇന്ന് വൈകിട്ട് മുതൽ ആശീർവാദ് സിനിമാസിന്റെ യൂട്യൂബ് ചാനലിലൂടെ സ്ട്രീം ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. 2 വർഷം മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ഫഹദിന്റെ വൻ ദുരന്തമായ ഹോംബാലെ ഫിലിം സിനിമയാണല്ലോ ധൂമം. ചിത്രം മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ നേരത്തെ OTT റിലീസ് ചെയ്തതാണ്. ഈ ആഴ്ച ജൂലൈ 11 സിനിമയുടെ തെലുഗു പതിപ്പ് റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ആഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിലൂടെ ആയിരിക്കും ഫഹദ് നായകനെത്തുന്ന ധൂമം OTT റിലീസ് ചെയ്യുക. വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ് ഒരു തെലുഗു സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. അഗ്നി സാക്ഷി എന്നാണ് സീരീസിന്റെ പേര്. ഈ തെലുഗു സീരീസ് ഈ ആഴ്ച ജൂലൈ 12 മുതൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ലഭ്യമാകുന്നതാണ്. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 6-ാമത്തേത് ഏപ്രിൽ 26 തിയേറ്ററുകളിലേക്ക് എത്തിയ സമീപകാലത്തെ ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ ലഭ്യമായ ദിലീപിന്റെ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ കൂടിയ പവി കെയർ ടേക്കറിന്റെ അപ്ഡേറ്റ് ആണ്. ദിലീപ് ബിഗ് ബോസിലടക്കം പ്രൊമോഷന് വേണ്ടി എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്ന് തന്നെയാണല്ലോ നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട്. ഈ ജൂലൈ മാസം ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യാനായിട്ട് ഒരുങ്ങുന്ന സുരാജിന്റെ സീരീസിന് ശേഷം പവി കെയർ ടേക്കർ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നതാണ്. ഓഗസ്റ്റ് മാസത്തോടെ സിനിമ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഹോട്ട്സ്റ്റാർ സിനിമ ഡ്രോപ്പ് ചെയ്തു. മനോരമ മാക്സ് ആണ് നിലവിൽ സിനിമ സ്വന്തമാക്കിയത് എന്നൊരു റൂമർ കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയൊന്നും തന്നെ ഇല്ല എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. എന്തായാലും പവിയുടെ അടുത്ത പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ കേട്ട് കാത്തിരിക്കൂ. ഗർ എന്ന സിനിമ പവിയുടെ OTT റിലീസിന് ശേഷം OTT റിലീസ് ചെയ്യുന്ന അടുത്ത ഹോട്ട്സ്റ്റാർ സിനിമയായിരിക്കും. സുരാജും കുഞ്ചാക്കോ ബോബനും ഒരു സിംഹവും പ്രധാന റോളിലെത്തിയ ഗർ ഓണം പ്രമാണിച്ച് OTT റിലീസിന് ഒരുങ്ങുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സിനിമയായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സെപ്റ്റംബർ ആദ്യവാരത്തോടെ ആയിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. ജൂൺ മാസമായിരുന്നു സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ചിത്രം തിയേറ്ററുകളിലെ പരാജയമാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ട്.